പള്ളിത്തർക്കം പരിഹരിക്കാൻ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ ചർച്ച നടത്തും. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ തലവന്മാരുടെ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. വിശദാംശങ്ങളുമായി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ടോബി, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് SKN. ഒരു നിർണായകമായിട്ടുള്ള ഒരു നീക്കം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വർഷങ്ങളായിട്ട് ഈ ഒരു തർക്കം, ഓർത്തഡോക്സ് യാക്കോബായ തർക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ കോടതി വിധി, അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്നു. പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നു. അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നിരവധി ചർച്ചകൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടക്കുന്നുണ്ട്. ഈ സഭകൾ തമ്മിലുള്ള ഈ തർക്കം പരിഹരിച്ച് ഒറ്റക്കെട്ടായിട്ട് സഭയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനിടയിൽ അതൊന്നും ഫലം കാണാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഓറിയന്റൽ സഭകളുടെ സുനഹദോസിൽ കൈറോയിൽ വെച്ച്, ഈജിപ്തിലെ കൈറോയിൽ വെച്ച് നടന്ന സുനഹദോസിൽ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഓറിയന്റൽ സഭകൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇരു സഭകളുടെയും കത്തോലിക്കമാരെ ക്ഷണിച്ചിരിക്കുകയാണ് കൈറോയിലേക്ക്. 17-18 തീയതികളിൽ കൈറോയിൽ വെച്ച് നടന്ന സുനഹദോസിലാണ് ഈ ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായത്. അവരുടെ മിനിറ്റ്സിൽ തന്നെ ഇത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പത്രിയാർക്കീസ് ബാവിയെയും ഈ സമാധാന ചർച്ചകൾക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അർമേനിയൻ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ കോപ്റ്റിക് സഭയുടെ അധ്യക്ഷനുമാണ് ഈ ചർച്ചകൾക്ക് ഇരു വിഭാഗത്തെയും ക്ഷണിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും കത്തോലിക്കമാരെയാണ് അതിനുവേണ്ടി ക്ഷണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ അത് നിർണായകമായിട്ടുള്ള ഒരു സമാധാന നീക്കമായി തന്നെ കാണേണ്ടി വരും. നമുക്കറിയാവുന്നതുപോലെ ഓർത്തഡോക്സ് സഭ ഇത് എത്രത്തോളം ഈ ഒരു തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്ന് നമുക്കിപ്പോൾ അറിയില്ല. കാരണം സുപ്രീം കോടതി വിധി അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ആ സുപ്രീം കോടതി വിധിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. യാക്കോബായ സഭ ഈ പൂർണ്ണമായിട്ടും ഈ സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ തയ്യാറാകുമോ? അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് രണ്ട് സഭകളും വന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരമുണ്ടായി ഒറ്റ സഭയായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഈ ഒരു ഒറ്റ സഭയായിട്ട് ഈ ഇരു സഭകളെയും കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിന്റെ നിർണായക തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. SKN.